ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വലക്കപ്പിൻ്റെ സെക്കൻഡ് ഡേ പർച്ചേസിംഗ് ആണ്. ഇന്നത്തെ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ജ്വല്ലറി ആണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ജ്വല്ലറി മാത്രമല്ല, നാളെ പരിപാടി ആയതിനാൽ ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. നാളെ അല്ല കേട്ടോ, മറ്റന്നാൾ, സൺഡേ 13-ാം തീയതിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ മഞ്ജുമയും നവമിയും ക്ലാസ്സിൽ വന്നപ്പോഴേക്കും നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യാം. അപ്പോൾ മഞ്ജുമ വിചാരിച്ചത് നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും പ്രാക്ടീസ് നടക്കുന്ന പോലത്തെ സംഭവമാണെന്നാണ്. അങ്ങനെ നവമിയെടുത്ത് നമ്മൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾക്കുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അവിടെ തഞ്ചത്തിൽ നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് മഞ്ജുമയും കൊണ്ട് നേരെ ഞങ്ങൾ നടന്ന് ബെല്ലീസ് അവന്യൂവിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു സെറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അടുത്ത കടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സെറ്റുകളെല്ലാം ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടമായി. പക്ഷേ നമ്മുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഇല്ലായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയൊരു കുഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല സഹകരണമാണ് നമ്മൾ ബെല്ലീസ് അവന്യൂ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവർ നല്ല അഫോർഡബിൾ പ്രൈസിൽ റെൻ്റെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും റെൻ്റലായിട്ടാണെങ്കിലും കോസ്മെറ്റിക്സ് ആണെങ്കിലും എന്ത് ടൈപ്പ് ആക്സസറീസ് ആണെങ്കിലും നിങ്ങൾ ബെല്ലീസ് അവന്യൂ പുനലൂർ ചന്തയുടെ അവിടെ നിന്ന് നമ്മൾ വൺ വേ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാട്ടോ. ആർക്കെങ്കിലും പോയി നോക്കണമെങ്കിൽ നോക്കാം. പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് റീസെൻ്റ്ലി ഞാൻ കുറച്ച് മാല ബൾക്കായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ ആണ് നമുക്ക്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നേരെ ഡിമാളിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് രണ്ടുപേരും കൂടി 2 ലൈമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീണ്ടും നടന്ന് ക്ലാസ്സിൽ വന്ന് പിന്നെ അവൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു കയ്യിൽ 2-ലും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങും കേട്ടോ. ഇനി നാളെ ഒരു ദിവസം കൂടിയുള്ളൂ, മറ്റന്നാളാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വീഡിയോസ് വരുന്നതായിരിക്കും